FCRA ഭേദഗതി ബിൽ JPCക്ക് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പ്രമേയം അവതരിപ്പിച്ചു. 2026 ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന പ്രവൃത്തി ദിവസം JPC റിപ്പോർട്ട് സമർപ്പിക്കണം. FCRA ബിൽ ന്യൂനപക്ഷ വിരുദ്ധമെന്ന പ്രതിപക്ഷവാദം തള്ളി സർക്കാർ. രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളും ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും സംയുക്ത പാർലമെന്ററി സമിതി. വിവരങ്ങളുമായി ആദർശ് TS ചേരുകയാണ്. ആദർശ്, ഈ സഭാ കാലയളവിലെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു വിഷയമാണ് FCRA ഭേദഗതി ബിൽ. ഇന്ന് ആ ബിൽ JPCക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്? ഒപ്പം ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരുന്നു സഭയിൽ? നീലിമ, പ്രതിപക്ഷം ഈ FCRA ബില്ലിനെതിരെയുള്ള കടുത്ത എതിർപ്പ് തുടരുകയാണ്. JPCക്ക് വിടണം എന്നുള്ള പ്രമേയ അവതരണത്തെ പോലും പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള വലിയ ബഹളത്തോടുള്ള എതിർപ്പാണ് അവർ പ്രകടിപ്പിച്ചത്. ചെയറിലുണ്ടായിരുന്ന ജഗദംബിക പാൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെ സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. KC വേണുഗോപാൽ ആവട്ടെ ഈ FCRA ഭേദഗതി ബില്ല് പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും അതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഇത് ന്യൂനപക്ഷ വിരുദ്ധം എന്നുള്ള പരാമർശമാണ് KC വേണുഗോപാലിൻ്റെയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ തള്ളിക്കളയുന്ന സമീപനം സ്വീകരിക്കുകയും FCRA ഭേദഗതിയിൽ ന്യൂനപക്ഷ വിരുദ്ധമായ ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദേശ സഹായം ഉൾപ്പെടെ സ്വീകരിക്കുന്ന NGOകൾ അവർ കണക്കുകളിലും മറ്റും സുതാര്യത വരുത്തണം എന്നുള്ള ഒരു നിലപാടാണുള്ളത്. ആ നിലപാടിൻ്റെ ഭാഗമായാണ് FCRA ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് വളരെ നിർണായകമായി മാറുന്നതും. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഈ ബില്ല് ന്യൂനപക്ഷ വിരുദ്ധമെന്നും ഇത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ക്രൈസ്തവ സഭകളെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സഭയ്ക്ക് പുറത്തെല്ലാം നടക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ഈ FCRA ഭേദഗതി ബില്ല് വിട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പ്രമേയം പോലും ശബ്ദ വോട്ടോടു കൂടിയാണ് സഭ പാസാക്കിയത്. പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിൽ ഉണ്ടായത്. അവർ ഇത് ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം വയ്ക്കുകയായിരുന്നു. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുകയും ഇതിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടോ പ്രത്യേകിച്ച് ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും സമൂഹത്തെയോ സഭയെയോ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിൽ ഒന്നുമില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും ഈ ബില്ല് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ ബില്ലിൻ്റെ വിശദാംശങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായിട്ടും ഈ സംയുക്ത പാർലമെന്ററി സമിതിയെ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ ബില്ല് നിലവിലെ രൂപത്തിൽ ആവശ്യമെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് JPCക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ശുപാർശകൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ എന്തായാലും ലോക്സഭയിലെ 21 അംഗങ്ങളും രാജ്യസഭയിലെ 10 അംഗങ്ങളും അടങ്ങുന്ന സമിതിക്കായിരിക്കും രൂപം നൽകുക. സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിലുള്ള വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള FCRA ഭേദഗതിയിൽ ന്യൂനപക്ഷ വിരുദ്ധമായി യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സഭയ്ക്കുള്ളിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നീലിമ, ഒപ്പം ആദർശ്, അല്പസമയം മുമ്പ് അമിത്ഷാ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവന നടത്തി. നീറ്റടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ്, പ്രതിപക്ഷം ചർച്ചയ്ക്ക് വരൂ, 3 മണിക്ക് മുമ്പ് നോട്ടീസ് നൽകൂ, നാളെ വൈകിട്ട് 3 മണി വരെ വിഷയം ഏത് വിഷയമായാലും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് അമിത്ഷാ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാതെ വെറുതെ പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു പ്രതിപക്ഷമായി ആ പ്രതിപക്ഷം മാറുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 3 മണിവരെ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയല്ലേ? നീലിമ, ഈ വിഷയത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ആദ്യമേ തന്നെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാർ എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഓരോ ദിവസവും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകളും അവരുടെ ആവശ്യങ്ങളും മാറുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ആദ്യം നീറ്റ് വിഷയത്തിലായിരുന്നു അവരുടെ പ്രതിഷേധം. പിന്നീട് അതേ നീറ്റ് വിഷയത്തിൽ ഡൽഹിയിൽ നടന്ന അക്രമ സമരങ്ങളിലെ പോലീസ് നടപടിയിൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു അവരുടെ പ്രതിഷേധം. പിന്നാലെയാണ് അവർ ഇത് വെടിവയ്ക്കാൻ ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നാലെ അമിത്ഷാ സഭയിൽ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമുണ്ടായി. അവരുടെ ഈ പ്രതിഷേധത്തിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് സഭയിൽ യാതൊരു ചർച്ചയും നടക്കരുത് എന്നുള്ളതായിരുന്നു. കാരണം നടന്ന ചർച്ചകളിലൊക്കെ തന്നെ FCRA ബിൽ JPCക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയം
വന്നിട്ടുണ്ട്. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം. So you can discuss detailed deliberations in JPC. So already government is going to do. प्रश्न ये है कि श्री नित्यानंद राय जी द्वारा प्रस्तुत प्रस्ताव को स्वीकृत किया जाए. जो सदस्य प्रस्ताव के पक्ष में हैं वो हाँ कहें, जो सदस्य प्रस्ताव के विपक्ष में वो ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ है, हाँ वालों के पक्ष में हुआ है, प्रस्ताव स्वीकृत हुआ. JPCക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയം സഭ ശബ്ദ വോട്ടോടെ പാസാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആദർശ്, ഇതിൽ കിരൺ റിജിജു കൃത്യമായ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവന കൂടി നടത്തി. ഇതിൽ എന്ത് ന്യൂനപക്ഷ വിരുദ്ധതയാണ് ഉള്ളത്, ഉണ്ടെങ്കിൽ അത് പറയൂ എന്ന് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. പക്ഷേ അതിൽ ന്യൂനപക്ഷ വിരുദ്ധമായ യാതൊന്നും ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തിനായില്ല എന്നതല്ലേ വസ്തുത? തീർച്ചയായും നീലിമ, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അവർ FCRAയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല ചില മതന്യൂനപക്ഷ സംഘടനകളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഈ FCRA നിയമ ഭേദഗതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഭയ്ക്കുള്ളിൽ KC വേണുഗോപാൽ ഇത് ക്രൈസ്തവ സഭകളെയും മൈനോറിറ്റി വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ള പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു കൃത്യമായിട്ടുള്ള മറുപടി ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കൾക്ക് നൽകിയത്. ഇത് കൃത്യമായിട്ടും ഈ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള വെല്ലുവിളിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ തന്നെ FCRAയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് കൃത്യം ആക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പല ക്രൈസ്തവ സഭകൾക്കും മറ്റ് NGOകൾക്കും ഒക്കെ ലഭിക്കുന്ന ഈ സാമ്പത്തിക സഹായം അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളുടെ ഉൾപ്പെടെയുള്ള കണക്ക് സുതാര്യമാക്കണം എന്നുള്ളതാണ് സർക്കാർ ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പലവട്ടം സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് ഉയരുകയും CBCയുടെ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ 2 വട്ടം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ ബില്ലിലെ വ്യവസ്ഥകളൊക്കെ മാറ്റണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഭേദഗതി ബിൽ JPCക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ആദർശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.